ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ, എനിക്ക് എന്തായാലും ഇത് പഠിക്കാൻ പറ്റില്ല, കുർബാനയ്ക്ക് ചുമ്മാ പോയാൽ നമുക്ക് മാർക്കിട്ടെങ്കിൽ നല്ല കാര്യമാണോ. അപ്പൊ ഞാൻ ഞാനിങ്ങനെ എല്ലാ ദിവസവും പള്ളി തരാം, കുർബാനയ്ക്ക് വരാണെങ്കിൽ മാർക്ക് കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ പള്ളി വരാറുള്ളത്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വന്നു. പിന്നെ ഞങ്ങളുടെ പ്രീ ബോർഡ്സായി എനിക്ക് ഭയങ്കര ഫിസിക്സും മാത്സും എനിക്ക് ഭയങ്കര പാടാണ്. ആ സമയത്ത് എനിക്ക് പേടിയായി, ഞാൻ തോറ്റു പോകുമോ, തോറ്റൊക്കെ പോയി നാട്ടിലാണ്. ഞാനിങ്ങനെ കളി വരാൻ തുടങ്ങി. എക്സാം സമയമായി, രാത്രി 1 മണി 2 മണിയൊക്കെ കിടക്കുമ്പോൾ 4 മണി രാവിലെ കളി വരും. അങ്ങനെ പഠിക്കാൻ പറഞ്ഞാൽ രാത്രി വരെ ഇരുന്ന് പഠിക്കും, പിന്നെ രാവിലെ ഇരുന്ന് പഠിക്കും. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ മനസ്സിൽ ഭയങ്കര ടെൻഷനായി. അങ്ങനെ പക്ഷേ പള്ളിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിക്ക് നടക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനം. പറഞ്ഞാൽ ഞാൻ പിന്നെ ആരോഗ്യമില്ല, എക്സാമിനെ കുറിച്ചേ ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര സമാധാനത്തിൽ പള്ളിയിൽ വരും. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ തലയിൽ എക്സാമിനില്ല, ഞാനിങ്ങനെ ഫ്ലോട്ട് ചെയ്യണം എന്തോ പറയുന്നത്. അങ്ങനെ പിന്നെ തിരിച്ചു വീട്ടിൽ പോകാൻ വേണ്ടി എനിക്ക് സമാധാനം ഉണ്ടാവണം. ഞാൻ എക്സാം എഴുതും, വീണ്ടും പിറ്റേ ദിവസം ഇങ്ങനെ ടെൻഷൻ അടിച്ച് പള്ളിയിൽ വരുമ്പോഴേക്കും എല്ലാ ടെൻഷനും പോകും. അത് വീണ്ടും എക്സാം അങ്ങനെ ഞാൻ എല്ലാ എക്സാമും ആ ഒരു സമാധാനത്തോടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത്ര വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വികാരം. പക്ഷെ നമ്മളൊരിക്കലും എന്താ മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പള്ളിയിൽ വരുന്നത്, നമ്മൾക്ക് ഈശോനെ കാണാനായിട്ട് നമ്മൾ പള്ളിയിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ 3 ദിവസം മിനിമം എങ്കിലും നമ്മളെല്ലാവരും പള്ളിയിൽ വരണമെന്നാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ മിനിമം ആക്കിയിട്ട് മാക്സിമം 360 ദിവസവും പള്ളിയിൽ വരാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പത്തട എല്ലാവരും പള്ളി വരാൻ ശ്രമിക്കാം. ഇന്ന് തൃത്വത്തിന് എന്നാണല്ലേ? നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥന ചെയ്യാലോ. പരിശുദ്ധ പരമാത്മ കാരണത്തിന് എന്നേരോ ആരാധന സ്തുതിയും പുകഴ്ചയും ഇപ്പോഴുണ്ട്.